ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്യൂൻ ഓഫ് ടേസ്റ്റി ആൻഡ് ടിപ്സ് എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പച്ചരി കൊണ്ടുണ്ടാക്കുന്ന പുട്ടിനേക്കാട്ടിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ട് നമുക്ക് റേഷനരി കൊണ്ട് മിക്സിയിൽ പൊടിച്ചെടുത്ത് ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു പുട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് റേഷനരിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊട്ടും തന്നെ പശയില്ലാത്ത റേഷനരി വേണം നമ്മൾ ഈ പുട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ. ഇത് നമുക്ക് 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് ഒരു 10 മണിക്കൂറെങ്കിലും കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കാം. കുതിർത്തെടുത്ത ഈ ഒരു റേഷനരി നമുക്കിനി ഒരു അരിപ്പയിലേക്കിട്ട് ഇത് വെള്ളം വാർന്നു പോകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം നല്ലതുപോലെ തോർന്നതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിൽ കുറേശ്ശെയായിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഈ റേഷനരി ഞാൻ മിക്സിയിൽ നല്ലതുപോലെ തന്നെ ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒട്ടും തന്നെ തരിയില്ലാതെ നമ്മളിത് ഇടഞ്ഞെടുക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ തരിയില്ലാതെ ഇത് നല്ല നൈസായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള റേഷനരിയും കൂടി നമുക്കിതുപോലെ തന്നെ പൊടിച്ചെടുക്കാം. ഞാനിവിടെ 1 കപ്പ് അരി 2 തവണകളായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. കുറേശ്ശെയായിട്ട് വേണം നമുക്ക് ഈ റേഷനരി മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ പുട്ടിൻ്റെ പൊടി നല്ലതുപോലെയൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോഴിതാ ഈ പുട്ടിൻ്റെ പൊടി ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പാൽപ്പം വെള്ളം തളിച്ചു കൊടുത്തുകൊണ്ട് ഈ പൊടിയൊന്നും പുട്ടിൻ്റെ പരുവത്തിൽ നനച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ പൊടിയിൽ ഈർപ്പമുള്ളത് കൊണ്ട് തന്നെ വളരെ കുറച്ച് വെള്ളം മാത്രം ഈ പൊടി നനച്ചെടുക്കാൻ മതിയാകും. അങ്ങനെ പുട്ടിൻ്റെ പൊടി ഞാൻ പുട്ടിൻ്റെ തന്നെ പരുവത്തിൽ നല്ലതുപോലെ തന്നെ നനച്ചെടുത്തിട്ടുണ്ട്. ഇത്ര തന്നെ മതിയാകും. വളരെ കുറച്ച് വെള്ളം മാത്രം മതി ഇത് നനച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഇതുപോലെ നിന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പുട്ട് തയ്യാറാക്കാം. നമ്മളുടെ പുട്ടിൻ്റെ മാവ് നല്ലതുപോലെ തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് തേങ്ങ കൂടി ഞാൻ ചിരകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പുട്ടുകുറ്റിയിലേക്ക് അല്പം തേങ്ങയും അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പൊടിയും പിന്നെ കുറച്ച് തേങ്ങ അങ്ങനെ ഇട്ട് കൊടുത്ത് നമുക്ക് പുട്ട് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇത് ആവിയിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. നല്ലതുപോലെ ആവി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. നമ്മളുടെ ഈ പുട്ട് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ടാണ് റേഷനരിയുടെ പുട്ട്. അങ്ങനെ ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 1 കപ്പ് റേഷനരി കൊണ്ട് 3 കുറ്റി പുട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. തലേദിവസം അരി വെള്ളത്തിലിട്ട് വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസം രാവിലെ വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു പുട്ട് തയ്യാറാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ വരുന്നവരെ താങ്ക് യു.